നമസ്കാരം. പെരുമ്പാവൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ എല്ലാ മാന്യമഹാജനങ്ങളെ, ബഷീർ അലി പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ നിന്നും 2-ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ഞാൻ എന്ന വിവരം എൻ്റെ പ്രിയ വോട്ടർമാരെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഞാൻ എന്തിനാണ് മത്സരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്ന് ഒരു ചോദ്യം ഉയർന്നിരുന്നു. എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത് എന്നതിനുത്തരം എൻ്റെ നാടിന് വേണ്ടിയാണ് എൻ്റെ മത്സരം. എൻ്റെ നാട് പെരുമ്പാവൂര് ഇന്ന് മയക്കുമരുന്ന് മാഫിയയുടെ കൈകളിലാണ്. അതിനെതിരെയാണ് എൻ്റെ പോരാട്ടം. ഇന്ന് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ പാവപ്പെട്ട വോട്ടർമാരുടെ വോട്ട് തട്ടാൻ വേണ്ടി പറയുന്ന ഒന്നല്ല ഇത്. വർഷങ്ങളായി പെരുമ്പാവൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് ഈ മയക്കുമരുന്ന് കച്ചവടക്കാർക്കെതിരെ പോരാടി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ പെരുമ്പാവൂർ പ്രദേശത്തുള്ള പലർക്കും അറിയാം. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ഫേസ്ബുക്കിൽ പലവട്ടം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ പല പ്രാവശ്യം നമ്മൾ ചെന്ന് പറയുകയും അധികൃതർ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഞായറാഴ്ച ഓഫീസർമാരാകെ ഞായറാഴ്ച ഉച്ചവരെ ഉള്ളൂ. നമ്മളെ പറ്റിക്കുന്നതിന് വേണ്ടി ഞായറാഴ്ച രാവിലെ വന്ന് അവരോട് വിളിച്ചു പറഞ്ഞ് ഈ കച്ചവടക്കാരോടൊക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ വന്നൊരു റെയ്ഡ് നടത്തുകയും അങ്ങനെ ആ റെയ്ഡ് പ്രഹസനമായി മാറുകയും ചെയ്തു. അവർ പോയതിന് ശേഷം വൻതോതിൽ മയക്കുമരുന്നും നിരോധിത പാൻ മസാലകളും നമ്മുടെ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത്, നമ്മുടെ പാത്തിപ്പാലം, അതുപോലെ തന്നെ നമ്മുടെ ജ്യോതി ജംഗ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട്ട് താഴം ബംഗാളി മാർക്കറ്റ് എന്നിങ്ങനെ പെരുമ്പാവൂരിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും മയക്കുമരുന്ന് മാഫിയ പിടിമുറുക്കിയിരിക്കുകയാണ്. ഈ മയക്കുമരുന്നിനെതിരെ ഒരു പോരാട്ടം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഈ പോരാട്ടം എൻ്റെ നാടിന് വേണ്ടി, ഞാൻ ജനിച്ചു വീണ മണ്ണിന് വേണ്ടി, ഞാൻ ജനിച്ചു വീണ എൻ്റെ മണ്ണിലെ യുവാക്കൾക്ക് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, സർവ്വമാതാപിതാക്കൾക്കും വേണ്ടി. ഈ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ മത്സരിച്ചൊരു കൗൺസിലറായി അധികാരം കൈയാളി ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്താനോ അതല്ലെങ്കിൽ സാമ്പത്തിക ലാഭമുണ്ടാക്കി കോടീശ്വരനാവാനോ വേണ്ടിയല്ല ഈ മത്സരം എന്നുള്ളത് ബഹുമാന്യ എൻ്റെ വാർഡിലെ 2-ാം വാർഡിലെ എൻ്റെ ചങ്കിൻ്റെ കഷ്ണമായ, എൻ്റെ കണ്ണിലെ കൃഷ്ണമണിയായ എൻ്റെ 2-ാം വാർഡിലെ വോട്ടർമാരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ കൂട്ടുകാരുടെ, എൻ്റെ നാട്ടിലെ യുവാക്കൾ ഈ മയക്കുമരുന്നിന് അടിമയായി പോകുന്നത് കണ്ടിട്ട് എൻ്റെ മനസ്സിൻ്റെ വേദനയാണ് എന്നെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിച്ചത്. ഈ മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടത്തിൽ എനിക്കെല്ലാ സഹായങ്ങളും ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ സഹായിക്കുന്ന എൻ്റെ എല്ലാ സഹപാഠി സുഹൃത്തുക്കൾക്കും
1000 വട്ടം നന്ദി പറയുകയാണ്. നിങ്ങളുടെ സഹായം നമ്മുടെ നാടിന് വേണ്ടിയുള്ളതാണ്, നമ്മുടെ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ പെരുമ്പാവൂരിനെ കാത്തുരക്ഷിക്കാൻ ഞാൻ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ 2ാം വാർഡിലാണ് മത്സരിക്കുന്നത് എങ്കിലും നമ്മുടെ പെരുമ്പാവൂരിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എൻ്റെ മത്സരം എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാടിനെ ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളുമാണ് നമ്മുടെ കേരളം ഭരിക്കുന്നത്. LDF ആണെങ്കിൽ ഈ കഴിഞ്ഞ വർഷം നമ്മുടെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയെ ഭരിച്ച് ഈ പെരുമ്പാവൂരിനെ ഈ കോലത്തിൽ നശിപ്പിച്ചത് UDFൻ്റെ സംവിധാനത്തിലുള്ള ഒരു മുനിസിപ്പൽ കൗൺസിലാണ് എങ്കിൽ ഈ കേരളം ഭരിക്കുന്ന LDFൻ്റെ ഏതെങ്കിലും പോഷക സംഘടനകളോ അതല്ലെങ്കിൽ LDFിലുള്ള ഏതെങ്കിലും ഒരു സംഘടന ഈ കാണുന്ന പെരുമ്പാവൂരിൽ പച്ചയ്ക്ക് മയക്കുമരുന്ന് തുറന്ന് ഈ നാട്ടിൽ ആർക്ക് വന്നാലും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ഫിഷ് മാർക്കറ്റിൻ്റെ പരിസരത്തും ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ പാത്തിപ്പാലം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും പരസ്യമായി മയക്കുമരുന്ന് വിൽക്കുന്ന ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഇവിടുത്തെ എക്സൈസുമില്ല, പോലീസുമില്ല. 100 കണക്കിന് കഞ്ചാവ് കച്ചവടക്കാരെ പിടിച്ച് പോലീസിനെയും എക്സൈസിനെയും ഏൽപ്പിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നു. അവരെല്ലാം പിടിച്ചു കൊടുക്കപ്പെടുന്നു. 15 മിനിറ്റോ 20 മിനിറ്റോ കഴിയുമ്പോൾ അവരെ അവിടെ നിന്ന് റിലീസാക്കുന്നു. അത് എന്തുകൊണ്ടാണ് സാറേ അത് വിട്ടതെന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിൽ ക്വാണ്ടിറ്റി ഇല്ല എന്നാണ് അവരുടെ ഉത്തരം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മയക്കുമരുന്ന് ഞാൻ മേടിച്ച് സംഭരിച്ച് വെച്ചിട്ട് എക്സൈസിന് ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചതാണെന്ന് പറഞ്ഞ് കളവ് പറയണോ? അവരുടെ കയ്യിൽ നിന്നും പിടിച്ച മയക്കുമരുന്ന് അവർക്ക് കൊടുത്തിട്ട് ക്വാണ്ടിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അവർ ഒഴിവാക്കി വിട്ട ഈ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ നാട്ടുകാരല്ല. അവരുടെ മക്കൾ പെരുമ്പാവൂരല്ല ജീവിക്കുന്നത്. അവർ ജീവിക്കുന്നത് അവരുടെ നാട് കോട്ടയവും പാലയും അതുപോലെ തന്നെ തിരുവനന്തപുരവും മലപ്പുറവും പാലക്കാടുമൊക്കെയാണ് എങ്കിൽ നമ്മൾ വസിക്കുന്നത്, നമ്മളുടെ മക്കൾ വസിക്കുന്നത് നമ്മുടെ പെരുമ്പാവൂരിലാണ്. നമ്മുടെ പെരുമ്പാവൂരിൽ വസിക്കുന്ന നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ നിങ്ങളുടെ വിലപ്പെട്ട കടപ്പെട്ട സമ്മതിദാനാവകാശം, ആ വോട്ടവകാശം ഓട്ടോറിക്ഷ അടയാളത്തിൽ ബഷീർ അലിക്കുഞ്ഞിന് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് കൗൺസിലറായി എന്നെ ആനയിക്കണമേ എന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു കൗൺസിലറായാൽ ഇതെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചേക്കാം. എന്നാൽ കഴിയുന്ന തരത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാടിനൊപ്പം, ഈ നാടിനു വേണ്ടി, ഈ നാടിൻ്റെ ശബ്ദമായി ഞാൻ എന്നും ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. നമ്മളുടെ മക്കൾക്ക് സ്വന്തമായി ഈ മയക്കുമരുന്നിനെ ഒന്നും കാണാതെ മയക്കുമരുന്നില്ലാത്തൊരു പെരുമ്പാവൂരിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ പെരുമ്പാവൂരിൽ 2ാം വാർഡിൽ ഞാൻ മത്സരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് വേണ്ട, അഴിമതി നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഈ 2ാം വാർഡിൽ മത്സരിക്കുമ്പോൾ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ 2ാം വാർഡിൽ എനിക്കെതിരെ മത്സരിക്കുന്ന 3-4 വ്യക്തികളുണ്ട്. അവരുടെ ഫ്ലെക്സ് ബോർഡുകൾ ഞാൻ കാണാനിടയായി. എൻ്റെ ഫ്ലെക്സ് ബോർഡും ഈ നമ്മുടെ 2ാം വാർഡ് പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാൻ നമ്മുടെ എൻ്റെ എതിർ സ്ഥാനാർത്ഥികളുടെ ഫ്ലെക്സ് കണ്ടപ്പോൾ അതിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞത് വികസനമാണ് നമ്മുടെ ലക്ഷ്യം എന്നാണ്. ഞാൻ ജനിച്ചു വീണ പെരുമ്പാവൂരിൽ ഞാൻ ജനിച്ച കാലം മുതൽ കേൾക്കുന്നതാണ് വികസനമാണ് നമ്മളുടെ ലക്ഷ്യം, വികസനമാണ് നമ്മളുടെ കാഴ്ചപ്പാട് എന്ന് ഈ വാതോരാതെ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഞാൻ താക്കീതായി പറയുകയാണ്. നിങ്ങൾ ഇതുവരെ ഇവിടെ
ഈ പെരുമ്പാവൂരിൽ വികസനം നടത്തിയിരുന്നു എങ്കിൽ നമ്മുടെ പെരുമ്പാവൂർ ഇന്ന് യൂറോപ്പായി മാറിയിരുന്നേനെ എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. പെരുമ്പാവൂർ നിവാസി എന്ന നിലയിൽ ഞാൻ എൻ്റെ നാടിന് വേണ്ടി നടത്തുന്ന ഈ പോരാട്ടത്തിൽ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഈ പെരുമ്പാവൂരിൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും വോട്ടാണ് എന്നെ ഈ ശബ്ദമുയർത്താൻ, മുനിസിപ്പൽ കൗൺസിലിൽ ശബ്ദമുയർത്താനുള്ള ഫലമായി നിങ്ങളുടെ വോട്ടുകളാണ് ഞാൻ മുനിസിപ്പൽ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുന്നത് എങ്കിൽ എൻ്റെ ശബ്ദം മുനിസിപ്പൽ കൗൺസിലിൽ കേൾക്കുക തന്നെ ചെയ്യും. അവിടെ ചെന്നതിന് ശേഷം LDF ആണ്, UDF ആണ് ഭരണത്തിലേറുന്നതെങ്കിലും അവർക്കെതിരെ ശക്തമായ പ്രതിഷേധവും രേഖപ്പെടുത്താനുള്ള ആർജവും ശക്തിയും എനിക്കുണ്ട് എന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.